അസ്സലാമലൈക്കും, നമസ്കാരം. ത്രെഡ് ആനിയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുരി ബട്ടൺ പാൻറ്റ് കട്ട് ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് സെറ്റോടുള്ള ഇതായിരുന്നു. അതിൻ്റെ ടോപ്പ് ഞാൻ തയ്ച്ച് കട്ടിങ് തനിയെ തയ്ച്ച് സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കാണണേ. ഇത് പാൻറ്റിൻ്റെ തുണിയാണ്. പാൻറ്റിൻ്റെ തുണി ചുരി ബോട്ടമാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചീത്ത വശം എടുത്ത് വേണം നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാൻ. ഗ്ലേസിംഗ് ഉള്ള ഭാഗം നല്ല വശവും മറ്റേ ഭാഗം ചീത്ത വശം. അതിപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയാണ് എടുക്കുന്നത്. ചില തുണിക്ക് നല്ല വശവും ചീത്ത വശമൊന്നുമില്ല, ഇതിന് നല്ല ഇതുണ്ട്. അപ്പം തുണിയുടെ വക്ക് ഭാഗം രണ്ടും കൂടെ ഒന്നിച്ച് മടക്കുക. തുണി രണ്ടായിട്ട് മടക്കുക. ആ തേര് വിളുമ്പെന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ആ നൂലളവിൽ പോവാത്ത ഭാഗം മടക്കിയതിന് ശേഷം അതൊരു കോണിൽ നിന്ന് ഒരു കോണിലോട്ട് നമ്മുടെ ഈ അമ്പർല സ്കർട്ടൊക്കെ വെട്ടത്തില്ല, അതേമാതിരി ഒരു കോണിട്ടല്ലേ വെട്ടുന്നത്, അതേമാതിരി ഒരു കോണിൽ നിന്നും ഒരു കോണിലോട്ട് വെട്ടുക. ഒരു മടക്ക് ഭാഗം വരും, അത് ആ താഴ്ഭാഗത്ത് വരണം, കാലിൻ്റെ ഭാഗത്ത് നമ്മൾ വരയ്ക്കുന്ന ഭാഗത്ത് വരണം. ഇങ്ങനെ ഇടണം. ഇതേമാതിരി ഇട്ട് എടുക്കുക. മടക്ക് ഭാഗമാണ് ആ മേളിൽ കിടക്കുന്നത്, മറ്റേത് തുമ്പ് ഭാഗം, തേരുളുമ്പ് ഭാഗം. തുണി നല്ലതുപോലെ തേച്ച് നല്ല ഇതായിട്ട് ഇടണം. അടിഭാഗവും എല്ലാം നല്ല കറക്റ്റായിട്ട് ഇട്ടിട്ട് നമുക്ക് അളവെടുക്കാം. എല്ലാം കറക്റ്റാക്കി ഇട്ടിട്ട് പിന്നെ ഒരു ചുളുക്കമുണ്ട്, അത് ആ തുണിയുടെ ചുളുക്കമാണ്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഇനി വണ്ണം ഇറക്കമൊക്കെ എടുക്കണം. ഇറക്കം നമുക്ക് എടുക്കുന്നത് ഇത് 2 മീറ്റർ ആയത് കൊണ്ട് ഉള്ള ഇറക്കം എടുക്കാം. ഇവിടെ മുകളിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. 2 ഇഞ്ച് എടുത്തതിന് ശേഷം അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പം ചുരി ബോട്ടം പാൻറ്റ് പഠിക്കാൻ ഭയങ്കര പാടല്ല, ഭയങ്കര പാട് തന്നെ ആയിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട്, അന്നൊന്നും ഈ യൂട്യൂബൊന്നും ഇല്ലാതാണ് ഞങ്ങൾ പഠിച്ചെടുത്തത്. അതിന് ശേഷം ഒരു 10 ഇഞ്ച് ഇറക്കിയെടുക്കുക. അവിടുന്ന് പിന്നെ ഒരു 20 ഇഞ്ച് എടുക്കുക. അതിന് ശേഷം നമുക്ക് വണ്ണം എടുക്കാം. അവിടെ ഒരു വണ്ണം ഒരു 10 ഇഞ്ച് കൊടുക്കാം. കൊടുത്തിട്ട് പിന്നെ ഒരു 2.5 ഇഞ്ച് നമുക്ക് അധികം ഇട്ട് കൊടുക്കണം. അവിടെ ഒരു കട്ട് പീസൊക്കെ പീസ് വരുന്ന കട്ട് ചെയ്ത് തയ്ക്കാനുള്ളതാണ്. അവിടെ നമുക്ക് ആവശ്യാനുസരണം അവിടെ ഒരു 9 10 ഇഞ്ച് അവിടെ എടുക്കാം. ശകലം കുറച്ചെടുത്താലും കുഴപ്പമില്ല. വണ്ണം ഉള്ളവർക്ക് ഇച്ചിരി വണ്ണം ഇല്ലാത്തവർക്ക് കുറച്ചെടുത്താൽ മതി. പിന്നെ അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് എടുക്കാം. പിന്നെ ഒരു 5 ഇഞ്ച് എടുക്കാം. അവിടെ നിന്നൊരു 7.5 8.5 1 ഇഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി തയ്യൽ തുമ്പ് കൂടിയാലും നമുക്ക് ഷേപ്പ് അടിച്ച് കൊടുക്കുമ്പോൾ റെഡി ആയിക്കോളും, കുറയാതിരുന്നാൽ മതി. ചിലപ്പം പിടുത്തം വന്നാൽ കാലിൻ്റെ തൊടഭാഗത്തും മുട്ടുഭാഗത്തൊക്കെ പിടുത്തം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റരുത്. അതുകൊണ്ട് ശകലം ഇച്ചിരി വണ്ണം കൂട്ടി ഇട്ടാലും കുഴപ്പമില്ല. ഇനി താഴെ ഉള്ള ഇറക്കം എടുക്കുക. എത്രയും പരമാവധി എവിടെ എത്ര 6.5, ഞാൻ 5.5 1 6.5 എടുക്കുന്നത്. 5 എടുക്കുക. എന്നാലും ചിലർക്ക് ഉപ്പൂറ്റിക്ക് ഇച്ചിരി കയറാൻ പാട് വരും. അതുകൊണ്ടാണ് ഞാൻ 6 5.5 1 6.5 എടുത്തത്. 47 ഇഞ്ച് ഇറക്കം എനിക്ക് കിട്ടി. ഇനി നമുക്ക് ഓരോ തയ്യലിൻ്റെ ഇത് ഞാൻ ഒന്നിച്ചങ്ങ് വരച്ചങ്ങ് പോത്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓരോ ഇഞ്ച് വെച്ചങ്ങ് തയ്ച്ച് ഷേപ്പ് അടിച്ച് കൊടുത്താൽ മതി. അവിടെ ഞാനൊരു 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു 10 ഇഞ്ച് എടുത്തതിന് ശേഷം പിന്നെ ഒരു 2.5 ഇഞ്ചും കൂടെ അധികം എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് 20 ഇഞ്ച് പിന്നെ അങ്ങോട്ട് ഒരു 5 ഇഞ്ച് വീതം. മൊത്തത്തിൽ ഇറക്കം കിട്ടി. 47 ഇഞ്ച് ഇറക്കം എനിക്ക് കിട്ടി. നമുക്ക് അളവ് പാൻറ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ തയ്യൽ തുമ്പ് അങ്ങോട്ട് അധികം ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചുരി ബോട്ടം വെട്ടാൻ ഇതേമാതിരി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ കട്ട് ചെയ്യുവാണ്. തയ്ക്കാൻ നേരത്ത് നമുക്ക് ഓരോ ഇഞ്ച് വെച്ചങ്ങ് തയ്ച്ചാൽ മതി തയ്യൽ തുമ്പ്. ഇനി ഇവിടെ ഒന്ന് ലെവലാക്കണം. ഇവിടെ 4 പീസും 4ആയിട്ടാണ് കിടക്കുന്നത്. വക്ക് ഭാഗമുണ്ട്, അല്ലാത്ത ഭാഗമുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്നിച്ചങ്ങ് വെച്ചങ്ങ് കട്ട് ചെയ്താൽ ഒന്നിച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഒരു 4 പീസ് ഇവിടെ ജോയിൻറ്റ് വരുന്നതാണ്. അത് ഞാൻ വെട്ടാൻ നേരത്ത് കാണിക്കാം. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നതാണ്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന 2 പീസ് തുണി. ഇതെന്താണെന്നറിയാവോ? നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ ഭാഗം വള്ളി വയ്ക്കാനുള്ള ബാൻഡാണിത്. അപ്പോൾ അത് 2 എണ്ണം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് മടക്കി ഇട്ടിട്ട് മടക്കമുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേപ്പിൻ്റെ ഭാഗം ടേപ്പ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് അധികം ഇട്ടു. കാരണം ഇരിഞ്ഞു പോകുന്ന തുണിയാണ്. അതുകൊണ്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. കാരണം ഇരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ കൂടെ ഈ ബാക്ക് ഭാഗമൊക്കെ ആകുമ്പം ചിലപ്പം പൊട്ടിപ്പോയാലും അറിയത്തില്ല ഇരിഞ്ഞു. 12.5 ഇഞ്ചാണ് ഞാൻ അവിടുത്തെ വണ്ണം എടുക്കുന്നത്. 12.5 എന്ന് പറഞ്ഞാൽ
50 ഇഞ്ചിൻ്റെയാണ് 4/1 12.5 4 പീസാണിത്. എന്നിട്ട് 9 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. അതെ, അവിടെ 12.5 ഇഞ്ചാണ് നീളം ആ വണ്ണം എടുത്തേക്കുന്നത്. 4/1 12.5 അവിടെ അങ്ങോട്ടിട്ട് സ്കെയിൽ വെച്ച് വരച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇത് വെട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ കോണോടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടത്തേക്ക് വെട്ടാവൂ. കാരണം ഇത് നമുക്ക് കിട്ടണം മേൽഭാഗത്ത്. പിന്നെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തുണി മുഴുത്തില്ലെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്തൊക്കെ ഒന്നിച്ച് വെച്ച് തയ്ച്ചു കൊടുക്കാം. ചുരി ബോട്ട ഇനി വെട്ടാൻ അറിയത്തില്ലെന്ന് പറയല്ലേ. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് കാരണം ഇപ്പോഴല്ലേ യൂട്യൂബൊക്കെ വന്ന് ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ പാൻറ്റൊക്കെ പഠിക്കുന്നത്. പറഞ്ഞു തന്നാലൊന്നും മനസ്സിലാവത്തില്ല നമുക്ക്. വേണ്ട, ഇതേമാതിരി തുണി എടുത്ത് വെച്ച് വേണ്ട ഈ പാൻറ്റിൻ്റെ ഭാഗം ആ കട്ട് പീസ് ഭാഗം എടുത്ത് വെച്ച് പാൻറ്റിൻ്റെ നമ്മൾ വെട്ടിയില്ലേ ഒരു 16 ഇഞ്ച് എടുക്കണം. 1 ഇഞ്ച് പോട്ട് തയ്യൽ തുമ്പ് ഇട്ടേക്കണം. 15 ഇഞ്ചാണ് നമുക്ക് വേണ്ടുന്നത്. വേണ്ട, അതേമാതിരി 16 ഇഞ്ച് എടുക്കുക. ആ വണ്ണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ പാൻറ്റിൻ്റെ ഭാഗം അങ്ങോട്ടും നീക്കി കൊടുത്താൽ മതി, തോനെയാണെങ്കിൽ. അപ്പോൾ അതങ്ങ് കുറഞ്ഞു വരുമല്ലോ. ആ പാൻറ്റിൻ്റെ ഭാഗം അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കും. 16 ഇഞ്ച്, കറക്റ്റ് 16 ഇഞ്ച്. നമുക്കിത് ഞുറു വെച്ച് കുറയ്ക്കണം. 12.5 ഇഞ്ചാണ് എടുത്തത്. 11.5 ഇഞ്ച് മതി. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വരുമ്പോൾ 11.5. അപ്പോൾ അതിൻ്റെ ബാക്കി ഇതാണ്ട ഇത് എടുത്തേക്കുന്നതാണ്ട 17 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്കിയുള്ളത് ഞുറു വെച്ച് കുറയ്ക്കാനുള്ളതാണ്. ഇനി സ്കെയിൽ വെച്ചങ്ങ് വരച്ചു കൊടുക്കാം. ആ ഭാഗവും നമുക്ക് 9 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത് എടുത്തേക്കുന്നത്. ക്രോച്ചിൻ്റെ ഭാഗമാണ് അതെന്ന് വെച്ചാൽ ചെവിട് ഭാഗം. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഞാനൊരു 2.5 ഇഞ്ച് ഞാൻ അവിടെ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കണം. 4 തുമ്പും ഒരേ കണക്ക് തയ്ക്കുന്ന സമയത്ത് തയ്ക്കണം. അത് അന്നേരം ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം. തയ്ക്കുന്ന സമയത്ത് 16 ഇഞ്ച് 16 ഇഞ്ച് 3 ഭാഗം കട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് ദാണ്ട ഈ ഭാഗത്ത് ഒന്ന് സ്കെയിൽ വെച്ച് ഞാൻ വരയ്ക്കുക. എന്നിട്ട് ആ തുണി അങ്ങ് മാറ്റിയിട്ടതിന് ശേഷം പാൻറ്റ് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം അവിടെയും കെട്ടുക. ഈ തുണ്ട് തന്നെ എടുത്ത് ഇനി അടുത്ത 2 പീസും കൂടെ വെട്ടണം. അവിടെ ഒരു മടക്ക് ഭാഗം വന്ന് വേണ്ട ആ ഭാഗം ആ എടുത്ത് വെച്ച് നമുക്കങ്ങോട്ട് കട്ട് ചെയ്താൽ വേണ്ട 4 ഭാഗവും കിട്ടി. അങ്ങനെ 4 അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാം. ഇനി വള്ളിക്കാണ് 4 പീസ് ആവശ്യാനുസരണം എടുക്കണം. തുണി വള്ളി തയ്ക്കാനുള്ള തുണി. അപ്പം മിഷീനകത്തോട്ട് കയറാം. വേണ്ടേ, മിഷീനകത്തോട്ട് വന്നിട്ട് ഇനി ആദ്യം തയ്ക്കേണ്ടത് നമ്മൾ 4 പീസ് കൂട്ടി യോജിപ്പിക്കേണ്ട പീസാണ് തയ്ക്കേണ്ടത്. വേണ്ടേ, ഇതാണ് ഈ പീസാണ്. ചീത്തവശം വെച്ച് നോക്കി തയ്ക്കണം. അടിഭാഗം മുകളിലാവരുത്, മുകൾ ഭാഗം അടിഭാഗം ആവരുത്. എപ്പോഴും ഞങ്ങൾക്ക് അബദ്ധം പറ്റുന്നതാണ് തയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് മുട്ടപ്പിന്ന് വെച്ച് കുത്തി ഞാനത് കാണിച്ചു തരാം. മുട്ടപ്പിന്ന് വെച്ച് ഇങ്ങനെ വെക്കണം. അടിഭാഗവും മുകൾ ഭാഗവും രണ്ടും 2 സൈഡായിട്ടായിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു പീസ് എടുത്ത് വെച്ച് മുട്ടപ്പിന്ന് കുത്തണം. ഇങ്ങനെ വെച്ച് ഓരോരോ പീസ് നമുക്ക് കുത്തണം. ഒരു പാൻറ്റിൽ കുത്തിയിട്ട് അതേമാതിരി തന്നെ മറ്റേതും കുത്തിയാൽ മതി. അപ്പുറം വേണ്ട 2 പീസ് എടുത്ത് വെച്ച് ഒരു കാലിൻ്റെ ഭാഗമാണിത്. എന്നാൽ അപ്പുറത്തെ സൈഡും ഇതേമാതിരി കുത്തണം. തയ്ക്കുന്നതിന് മുന്നേ അത് നോക്കി വേണേ വെക്കാൻ, പിന്നെ കുത്താം. ഇപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ അഴിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വേണ്ട അത് പിന്നെ കുത്തി ഒരു ഇനി അടുത്ത പാൻറ്റും അതേമാതിരി വേണ്ട പിന്നെ കുത്തുവാണ്. കുത്തിയാൽ എളുപ്പമാകും നമുക്ക് തയ്ക്കാൻ. തയ്ച്ച് പതിച്ചങ്ങ് പോവാം. പിന്നെ തയ്ക്കാൻ നേരത്ത് നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് പിന്നെ അങ്ങ് മാറ്റിയതിന് ശേഷം നമുക്ക് പതിച്ച് തയ്ക്കാം. വേണ്ട പിന്നെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ തയ്ക്കുവാണ്. തയ്ച്ചിട്ട് പതിച്ച് തയ്ക്കണം. തിരിച്ച് വെച്ച് ഒന്ന് പതിച്ച് തയ്ക്കണം. പതിച്ച് തയ്ച്ചാലേ വൃത്തിയാവത്തുള്ളൂ. ഏത് ഭാഗം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്താ വെച്ചാൽ വക്ക് ഭാഗം തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിന് തുണി കിട്ടുന്നതിനനുസരിച്ച് എടുക്കാം. ഈ ജോയിൻറ്റ് ചെയ്യാൻ ഒരു ഭാഗം ജോയിൻറ്റ് ഈ ഭാഗം വക്ക് ഭാഗം ആണ്, അത് തന്നെ വേണമെന്നില്ല. അതില്ലാതെ 2 ഭാഗം ഏതെങ്കിലും ഭാഗം എടുത്ത് വെച്ച് നമുക്കിങ്ങനെ കട്ട് പീസ് എടുക്കാം. തുണി കിട്ടിയില്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്ത് ഒന്നാക്കിയിട്ട് നമുക്ക് അതും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. പല വിധത്തിൽ നമുക്കിത് ചെയ്യാം. വേണ്ട ഒരു കാല് റെഡിയാക്കി. ഇനി അത് റെഡിയാക്കി
അതിനെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്യണം. ലെവലാക്കി കട്ട് ചെയ്യണം. ഒരെണ്ണം വെട്ടിയിട്ട് അതെടുത്ത് മറ്റേ പാൻറ്റ് തയ്ച്ചതിൻ്റെ മുകളിലോട്ട് വെച്ച് കിട്ടുമ്പോൾ എളുപ്പമാവും. അല്ല രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് തയ്ച്ചാലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണം. ഇതാകുമ്പോൾ ഒരു പാൻറ്റ് അങ്ങോട്ട് എടുത്ത് വെച്ച് വെട്ടി കറക്റ്റാക്കിയതിന് ശേഷം ഇത് ഞാൻ ഇവിടെ ഒരു പിന്ന് കുത്തുക. എന്താണെന്ന് വെച്ചാൽ അറിയാമോ, ഇതിൻ്റെ കാലിൻ്റെ നമ്മൾ മടക്കി തയ്ക്കേണ്ട ഭാഗമല്ലേ, അതിൻ്റെ സ്ഥാനം മാറി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നെടുത്ത് കുത്തി കറക്റ്റ് അടയാളം അല്ലെങ്കിൽ ക്രോച്ച് ഭാഗം വരുമ്പോഴേ കയറി ഇറങ്ങിപ്പോയാൽ പാൻറ്റിൻ്റെ ഒരുമാതിരി പിന്നെ കൂടുമാതിരിയൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടുത്തെ ലെവലായിട്ട് അവിടെ നമുക്ക് 1 ഇഞ്ച് കുറഞ്ഞ് ഇവിടെ 9 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. മറ്റേത് 16 ഇഞ്ച് എടുത്തത് 15 വരുന്നു. ആ 15 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്യണം. ഇത് ക്രോച്ച് ഭാഗമാണ്. 15 ഇഞ്ച് വന്നാൽ ആ മുകളിലും 15 ഇഞ്ച് വരണം. എടുത്ത് വെച്ച് നമ്മൾ താഴെ പിന്നു കുത്തിയത് കൊണ്ട് കയറി പോകുന്നൊന്നും പേടിക്കണ്ട. പിന്നു കുത്തിയത് കൊണ്ട് കയറി ഇറങ്ങി പോത്തില്ല. ഇനി അങ്ങ് വെട്ടിക്കൊടുക്കാം. 9 ഇഞ്ചാണ് ക്രോച്ച് ലെന്ത്. ഞാൻ മേൾ ഭാഗവും കൂടെ ആ വക്ക് ഭാഗത്തിൻ്റെ വിളുമ്പ് ഞാൻ ഇച്ചിരി അധികം എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെല്ലാം വെച്ചാലും ഇവിടെ ഈ ഭാഗം കറക്റ്റ് ലെവലിൽ ആക്കിയതിന് ശേഷമേ നമ്മൾ തയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി മറ്റേ പാൻറ്റ് തയ്ച്ചതിന് ശേഷം ഇതെടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ച് ഇത് തയ്ച്ച് തീർന്ന് ഇനി മറ്റേത് ആ മുട്ടപ്പിന്നെടുത്തതിന് ശേഷം 2 പാൻറ്റും കൂടെ ഒന്നിച്ച് വെച്ച് പിൻ ചെയ്യുക. ആ നടുക്ക് ഭാഗവും കൂടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക, അവിടെ സ്ഥാനം മാറി പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ലെവലാക്കിക്കൊണ്ട് ആദ്യം വെട്ടിയ പാൻറ്റുണ്ടല്ലോ, 15 ഇഞ്ച് വണ്ണം എടുത്ത് സീറ്റ് വണ്ണം എടുത്ത് അത് വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പഠിക്കുന്നത്. ഇത് ബിഗിനേഴ്സിനുള്ളതാണ്. തയ്യക്കാർക്കെല്ലാം അറിയാം. ചുരി ബോട്ടം പാൻറ്റ് എല്ലാവരും തയ്ക്കുന്നതാണ്. പിന്നെ അറിയാൻ വയ്യാത്ത ഒരുപാട് പേടിയാണ് എല്ലാവർക്കും, വെട്ടാൻ അറിയാൻ വയ്യാത്തത്. കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് തയ്ക്കേണ്ട രീതി പറഞ്ഞുതരാം. നടുഭാഗത്തുനിന്ന് 2 കാലിൻ്റെ ഓരോ ഭാഗം ചീത്തവശം എടുക്കണം. 2 പാൻറ്റിൻ്റെയും ഓരോ ഭാഗം ആ ക്രോച്ച് ലെങ്ത് വെച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് 2 സ്റ്റിച്ച് ചെയ്യണം. മറ്റേ ഭാഗവും ഇതേമാതിരി എടുത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. തയ്യൽ തുമ്പ് ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്, കാരണം ഇരിഞ്ഞു പോകുന്ന തുണിയായതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ മടക്കി വെച്ച് തയ്ക്കും. ഡബിൾ സ്റ്റിച്ചാണ് ചെയ്തതിന് ശേഷം ഞാൻ ഈ തുണി ഇരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് മടക്കി വെച്ച് തയ്ക്കുവാണ്. മടക്കി വെച്ച് തയ്ച്ചിട്ടൊന്ന് പതിച്ച് എടുത്താലും കൊള്ളാം. ഇത് ഞാൻ മടക്കി തയ്ക്കുന്നതേ ഉള്ളൂ, പതിച്ച് തയ്ക്കുന്നില്ല. തുമ്പ് ഇളവി പോവാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ തയ്ച്ച് തീർന്ന് അവിടെയൊക്കെ നോച്ചിട്ട് കൊടുക്കുവാണ്. കറക്റ്റ് അളവിന് വെച്ച് നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ നോച്ചിട്ട് കൊടുക്കുന്ന എന്തിനാണെന്നറിയാം, നമുക്കവിടെ ഞുറുവൊക്കെ തയ്ക്കേണ്ടത്. അതുകൊണ്ടാണ്. ഇതങ്ങ് മാറ്റി വെക്കിയിട്ട് ആ ബാൻഡ് ഭാഗം ബെൽറ്റ് ഭാഗം എടുക്കാം. ആ വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ വള്ളി ഇടാനുള്ള ഭാഗം 2 കൂട്ടി യോജിപ്പിക്കേണ്ട ഭാഗം ഉണ്ടല്ലോ, ആ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് പതിച്ച് തയ്ക്കുവാണ്. ഇനി നമുക്കൊരു മടക്ക് ഭാഗമാണ് ഇനി ഉള്ളത്. ഇതാണ് മടക്ക് ഭാഗം. അത് അതിൻ്റെ പുറത്തോട്ട് വെച്ച് ഇതേമാതിരി തന്നെ തയ്ച്ച് പതിച്ച് തയ്ക്കാം. ഇനി അതും കൂടെ പതിച്ച് തയ്ക്കാം. ഇനി നമുക്കൊരു ഞാൻ ഒരു 1.25 ഇഞ്ചാണ് ഇട്ടേക്കുന്നത്. ഒരു 1.25 ഇഞ്ച് ഞാൻ 1.25 ഇഞ്ച് ഇട്ടിട്ട് താഴ്ഭാഗവും 1.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 ഇഞ്ചാണ് അവിടുത്തെ ആ വള്ളി തയ്ക്കാനുള്ളതിൻ്റെ ഭാഗത്ത് അവിടെ ഓപ്പൺ ഇടുന്നതിന് 3 ഇഞ്ച് ഇറക്കി നമുക്കൊരടയാളം ചെയ്തിട്ട് ആ 3 ഇഞ്ചിലാണ് ഞാൻ അവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, തയ്ച്ച് തുടങ്ങേണ്ടത്. മോളിൽ അങ്ങനെ അത് വള്ളി തയ്ക്കാൻ നമുക്ക് പിന്നെ മടക്കി തയ്ക്കാം. ആദ്യം ഇതിങ്ങനെ തയ്ക്കണം. നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഈ പാൻറ്റ് ഇങ്ങനെ തയ്ച്ചാൽ. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് പിന്നെ അപ്പുറവും ഇപ്പുറവും കൂടെ വെച്ച് തയ്ക്കാം. ഈ തയ്യൽ തുമ്പ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതേമാതിരി ആക്കിയിട്ട് മടക്കി തയ്ക്കണം. അവിടെ കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം.
നിർത്തി ഇതേമാതിരി ഇങ്ങനെ തയ്ച്ചാൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. തയ്യൽ തുമ്പ് ഒന്നും ഇളവി വരത്തില്ല. അതാണ്ട റെഡിമെയ്ഡ് തയ്യലാണിത്. തയ്യൽ ഇളവി പോയത് അല്ല, അടിനൂലില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പം നൂലില്ലാതെ തയ്ച്ചതെന്ന് പിന്നെ രണ്ടാമത് ഇരുന്ന് തയ്ക്കുവാണ് ഞാൻ നൂലിട്ടതിന് ശേഷം. അങ്ങനെ തയ്ച്ച് തീർന്ന്. കണ്ട നമുക്ക് വള്ളി തയ്ക്കാം. കണ്ട അവിടെ അപ്പുറം ഇപ്പുറം ഒരു അടയാളം ആദ്യം മടക്കി വെച്ചതിൻ്റെ അടയാളം അപ്പുറത്ത് കൊടുത്താൽ നമുക്ക് അവിടെയും പിടിച്ചു വെച്ച് അങ്ങനെ തയ്ക്കാം. ഒരേ കണക്ക് വരും അന്നേരം. അറിയാൻ വയ്യാത്തവർക്കാണ് മൊത്തത്തിൽ ഞാൻ തയ്ച്ച് ഇതാണ്ട ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുവാണ്. കെട്ടിട്ട് വേണം ഇറക്കാൻ. നിങ്ങളിതൊന്ന് പാൻറ്റ് ഇങ്ങനെ ഒന്ന് വെട്ടി നോക്കണേ. നല്ല കറക്റ്റ് അളവായിരിക്കും ഏത് പ്രായക്കാർക്കും. പിന്നെ നീളം ഇല്ലാത്തവർക്ക് ഇച്ചിരിയും കൂടെ ഇറക്കം കുറച്ചെടുക്കാം. ഒരുപാട് അങ്ങനെ ചുരി ബോട്ടം ചുരി വേണ്ടെങ്കിൽ ഞാൻ 4 വെച്ചിട്ട് ഒന്ന് നോച്ചിടുവാണ്. അവിടെ 4 വെച്ചിട്ട് ഞൂറ് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ആ ഞുറ് വെക്കുന്ന സമയത്ത്. വേണ്ട ഇത് നല്ല വശവും അകത്ത് വരണം. ചീത്ത വശം മുകളിലും ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും വരണം. അത് മുകളിലാണ് ഏറ്റവും താഴെയും ചീത്ത വശം വരണം. അല്ലാതെ തിരിഞ്ഞും മറിഞ്ഞും പോകരുത്. അതാ ഞാൻ പിന്ന് കുത്തുവാണ്. ഇത് ചീത്ത വശവും നല്ല വശവും നോക്കിയതിന് ശേഷം പിന്ന് കുത്തി നോച്ചും നോക്കുക. നോക്കിയതിന് ശേഷമേ ഈ പിന്നെ ഞുറ് വെക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വന്നിട്ട് നമ്മുടെ പിന്നെ ജോയിൻറ്റ് ഭാഗം ഉണ്ടല്ലോ, ഇത് ജോയിൻറ്റ് ഭാഗം ഉണ്ടല്ലോ, അവിടെയും ബാക്കും ഫ്രണ്ടും എല്ലാം ഞുറ് വെച്ച് നോച്ചിട്ട ഭാഗത്ത് ഇതേമാതിരി പിൻ ചെയ്യണം. 4 ഭാഗത്തും. സൈഡ് ഭാഗത്ത് 2ഉം പിന്നെ ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ട് ഇതേമാതിരി ഇരിക്കണം. എന്നിട്ട് ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഞുറ് വെച്ച് തുടങ്ങാം. സൈഡിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് സൈഡ് ഭാഗമാണ്. സൈഡ് ഭാഗം നമ്മൾ ആദ്യം യോജിപ്പിച്ചില്ലേ, ആദ്യം ഫസ്റ്റിൽ ആ ഭാഗമാണിത്. അവിടുന്ന് ഞുറ് വെച്ച് തുടങ്ങിയാലേ നമുക്ക് പാൻറ്റിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലോ കൊണ്ടുവന്ന് അവസാനമാണ് ആ ഭാഗത്താണ് ഞുറ് വരുന്നത്. ഇങ്ങനെ തയ്ച്ച് പോകുമ്പം സൈഡിൽ ഒരിക്കലും ഞുറ് വിടരുത്. ഫ്രണ്ടിലോ ബാക്കിലും കൂടാണ് ഞുറ് വിടുന്നത്. മൊത്തത്തിൽ ഞുറ് വിടാം. മൊത്തത്തിൽ അങ്ങും ഇഞ്ഞും ഓരോ ഞുറ് ഇട്ട് കൊടുക്കുക. അങ്ങനെയും ചെയ്യും. ആ ഭാഗത്തിൻ്റെ അടുത്ത് ഞുറ് വെക്കുവാണ്. ഒരു 2 ഞുറ് 3 ഞുറ്. ഞാനൊരു ചെറിയ ഞുറ് 3 വെച്ചെടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ 3, ഇപ്പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു 3 കറക്റ്റായിട്ടിരിക്കും. അവിടെ അങ്ങനെ തയ്ച്ചു കൊടുത്ത് ഇനി നമുക്ക് അങ്ങ് തയ്ച്ചു പോവാം. പോയി അപ്പുറത്തെ സൈഡ് വരുമല്ലോ. ഇനി ഒരു ഭാഗം വരും. ബാക്കാണെങ്കിലും ഫ്രണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം. ആ നോച്ചൊക്കെ വരുമ്പുന്ന സമയത്ത് കറക്റ്റായിട്ട് നോച്ചിൽ നിൽക്കണം. അവിടെ നോച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഞുറ് വെച്ച് പോവാം. അതാ ഇവിടെ ഞുറ് വെക്കുന്ന ഭാഗം അവിടെ ലൂസ് കിടക്കുന്നുണ്ട്. ആ പിന്നങ്ങ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു 3 ചെറിയ പൊടി ഞുറ് 3 ഞുറോ അല്ലെങ്കിൽ 2 ഞുറോ വെച്ച് അങ്ങ് കൊടുക്കുക. അതിന് ശേഷം ഇപ്പുറത്തോട്ട് മാറ്റി 3 ആ തയ്യൽ കഴിയുമ്പം അടുത്ത ഞുറ് 3 വരും. 3ഓ 2ഓ തയ്ച്ച് ഞുറ് തയ്ച്ച് തീർന്ന്. ഇനി ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് പതിച്ചും കൂടെ തയ്ക്കാം. പതിച്ച് തയ്ച്ചില്ലെങ്കിലേ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇരിഞ്ഞു പോകുന്ന തുണിയാണ് തയ്യൽ തുമ്പ്. അപ്പോൾ ഇരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒന്ന് പതിച്ച് തയ്ക്കാം. നമുക്ക് ഇതേമാതിരി പതിച്ച് അടിഭാഗമൊക്കെ നോക്കണം. നോക്കി നല്ല നിവർത്തി വെച്ചിട്ടേ തയ്ക്കാവൂ. അങ്ങനെ അതെല്ലാം തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴ്ഭാഗം തയ്ക്കാം. എല്ലാം കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇനി കാല് മടക്കി തയ്ക്കാം. 1/2 ഇഞ്ച് 1/2 ഇഞ്ച് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ മറ്റേ പാൻറ്റ് തയ്ക്കുന്ന കണക്ക് ഒരുപാട് വീതി ഇടണ്ട ഇതിന്, ചുരി ബോട്ടത്തിന്. മറ്റേ ഭാഗം ഇതേമാതിരി തയ്ച്ചിട്ട് നമുക്ക് 5 കാലിൻ്റെ പിന്നെ അടിഭാഗം വണ്ണം 5 മതിയെങ്കിൽ 5 ഇടണം. ഞാനിപ്പോൾ ഒരു 5.5 ഇട്ടിട്ടുണ്ട്. ചിലർക്ക് ഉപ്പൂറ്റി വണ്ണം കൂടുതൽ വരും. ഉപ്പൂറ്റി കയറാൻ പാട് വരും. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇച്ചിരി വണ്ണം കൂടുതലായാലും കടന്നാലും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. നമുക്കൊന്ന് ഷേപ്പ് അടിച്ച് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇട്ട് നോക്കിയിട്ട് വണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് ഷേപ്പ് അടിച്ച് കൊടുത്താൽ മതി. ഇവിടെ ഞാനൊരു 5.5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള തയ്യൽ തുമ്പ് അങ്ങ് വെട്ടിക്കളയാം.
കെട്ടിട്ട് വേണം ഇറക്കാൻ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അതിൻ്റെ ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ വെച്ച് തയ്ച്ചു കൊടുക്കണം. അങ്ങനെ തയ്ച്ചെല്ലാം തീർന്ന് ഇനി വള്ളി തയ്ക്കാം. വള്ളി എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് 2 തുമ്പും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മടക്കി അങ്ങ് തയ്ച്ച് തീർന്ന് ആ പിന്ന് വെച്ച് വള്ളി ഇട്ട് കൊടുക്കാം. വള്ളി ഇട്ട് കൊടുത്തിട്ട് വള്ളി ഊരി പോവാതിരിക്കാൻ വേണ്ടി ഇതാണ്ട ഈ ബാക്ക് പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് വള്ളിയുടെ ഓപ്പോസിറ്റ് അവിടെ ഒന്ന് ഒരു ചെറിയ കെട്ടിട്ട് കൊടുത്താൽ വള്ളി ഊരിപ്പോത്തില്ല. ഇല്ലെങ്കിൽ വള്ളി അങ്ങ് ഊരിപ്പോയി കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടിയും വള്ളി കയറിപ്പോവും. അപ്പോൾ അതാണ്ടേ നമുക്ക് എത്ര ഇഞ്ച് ഇറക്കം കിട്ടിയെന്ന് നോക്കാം. 54 ഇഞ്ച് ഇറക്കം കിട്ടി. അപ്പോൾ നല്ല ഇറക്കമുള്ള പാൻറ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.